നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരാഖണ്ഡ് ഹൽദ്വാനിയിലെ ബൻപുൽപുരയിൽ മാലിക്കിന്റെ പൂന്തോട്ടം കയ്യേറി പണിത മദ്രസയും മതപഠന കേന്ദ്രവും തകർത്ത സംഭവത്തിൽ വലിയ വിവാദങ്ങളാണ് ഉടലെടുത്തത്. മുനിസിപ്പൽ കോർപ്പറേഷന്റെയും പോലീസിന്റെയും നടപടികളിൽ രോഷാകുലരായ ജനക്കൂട്ടം കനത്ത കല്ലേറും തീവെപ്പും തന്നെയാണ് നടത്തുന്നത്. മൽപുര പോലീസ് സ്റ്റേഷന് തീയിട്ടു. 3 മണിക്കൂറിനുള്ളിൽ 100-ലധികം വാഹനങ്ങളാണ് ആക്രമികൾ കത്തിച്ചത്. ഈ ആക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപകാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ധാമി പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തുവന്നിട്ടുണ്ടായിരുന്നു. കയ്യേറ്റത്തിനെതിരെ നടപടിയെടുക്കാൻ വ്യാഴാഴ്ച മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രതിനിധികളും അഡ്മിനിസ്ട്രേഷൻ സംഘവും മുസ്ലിം ആധിപത്യമുള്ള ബൻപുൽപുരയിലെ മാലിക്കിന്റെ പൂന്തോട്ടത്തിൽ എത്തിയിരുന്നു. ബുൾഡോസറുമായി സംഘം മുന്നോട്ട് നീങ്ങിയതോടെ എല്ലാ ഭാഗത്തുനിന്നും കല്ലേറുണ്ടാകുകയായിരുന്നു. അല്പസമയത്തിനുള്ളിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് നിരവധി പേർ ഒത്തുകൂടി. റോഡിൽ നിന്നും വീടുകളുടെ മേൽക്കൂരയിൽ നിന്നും കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ അധികൃതർക്ക് നേരെ കല്ലെറിയാൻ ആരംഭിച്ചു. ഹൽദ്വാനിയിലെ ആക്രമണത്തെക്കുറിച്ച് ഇന്റലിജൻസിന് മുൻകൂർ വിവരമുണ്ടായിരുന്നുവെന്നും അത് ഭരണകൂടത്തിന് കൈമാറിയിരുന്നുവെന്നുമാണ് വിവരം. അനധികൃത മദ്രസയും പള്ളിയും നിർമ്മിച്ച സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്ന അബ്ദുൾ മാലിക് പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത ജില്ലാ മജിസ്ട്രേറ്റിനെയും സീനിയർ പോലീസ് സൂപ്രണ്ടിനെയും അറിയിച്ചിരുന്നു. പള്ളിയും മദ്രസയും പൊളിക്കരുത് എന്നും ഇത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുമെന്നും അബ്ദുൾ ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അറിയുന്നത്. ഇതിനിടെ പിന്നീട് ആക്രമണത്തിനുപയോഗിച്ച ഇഷ്ടികകൾ കൂട്ടിയിട്ടിരുന്ന പ്രദേശവാസികൾക്കെതിരെ ഉടൻ നടപടിയെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. ആക്രമണവുമായി ബന്ധപ്പെട്ട് 5 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ കേസിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടു. അജ്ഞാതരായ 5000 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. അനധികൃതമായി നിർമ്മിച്ച മദ്രസ തകർത്തതിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. മുനിസിപ്പൽ തൊഴിലാളികൾക്കും പോലീസിനും നേരെ നാട്ടുകാർ കല്ലും പെട്രോൾ ബോംബും എറിഞ്ഞതിനാൽ 100-ലധികം പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. നിരവധി പോലീസുകാർ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടാൻ ശ്രമിച്ചുവെങ്കിലും ജനക്കൂട്ടം പിന്നീട് സ്റ്റേഷനും തീയിടുകയായിരുന്നു. നൈനിറ്റാൾ ASP PN മീണയാണ് ഇത് പറഞ്ഞത്. മുൻ FIRകളിൽ 16 പേരുടെ പേരുണ്ട്. ഇതിൽ 5 പേരെ അറസ്റ്റ് ചെയ്തു. ബൻപുൽപുര ഒഴികെയുള്ള സ്ഥലങ്ങളിലും അക്രമം നടന്ന സമീപ സ്ഥലങ്ങളിലും കർഫ്യൂ പിൻവലിച്ചു. കലാപത്തെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നതിനാൽ ബൻപുൽപുര മേഖലയിൽ സന്ദർശകരെ അനുവദിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തകൻ ഉൾപ്പെടെ 7 പേർ വെള്ളിയാഴ്ച 3 വ്യത്യസ്ത ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു. ഇവരിൽ 3 പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട്. മറ്റുള്ളവരെ ഡിസ്ചാർജ് ചെയ്തു. ഇതേസമയം നഗരത്തിൽ പല ഭാഗങ്ങളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാത്രി 9 മണി മുതൽ കർഫ്യൂ ഉണ്ടായിരുന്നതിനാൽ ഹൽദ്വാനിയുടെ ബൻപുൽപുര പ്രദേശം വിജനമാണ്. തെരുവുകളിൽ മുഴുവൻ കല്ലുകൾ വിതറിയതും കത്തിച്ച വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളും നിറഞ്ഞുകിടക്കുന്നു. വെള്ളിയാഴ്ച മദ്രസയിൽ പ്രാർത്ഥന നടക്കുന്ന പ്രദേശത്ത് കൂടുതൽ അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നൈനിറ്റാളിന് സമീപമുള്ള പട്ടണത്തിൽ 1000-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പൊളിച്ചു നീക്കിയ കെട്ടിടങ്ങൾ സർക്കാർ ഭൂമിയിലാണ് എന്നും മുനിസിപ്പൽ ജീവനക്കാരും പോലീസും കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടിയെടുത്തത് എന്നും അവർ വ്യക്തമാക്കി. 4 ദിവസം മുമ്പ് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നുവെങ്കിലും കൃത്യമായ തയ്യാറെടുപ്പുകൾ ഇല്ലാതെയാണ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ എത്തിയത് എന്ന ആരോപണവും ഉയരുന്നു. ഇതേസമയം അക്രമത്തിൽ കൊല്ലപ്പെട്ട ചിലരിൽ വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ മുനിസിപ്പൽ കോർപ്പറേഷന്റെയും പോലീസിന്റെയും നടപടികളിൽ രോഷാകുലരായ ജനക്കൂട്ടം കനത്ത കല്ലേറും തീവെപ്പും തന്നെയാണ് നടത്തിയത്. മൽപുര പോലീസ് സ്റ്റേഷന് തീയിട്ടിരുന്നു. 3 മണിക്കൂറിനുള്ളിൽ 100-ലധികം വാഹനങ്ങളും ആക്രമികൾ കത്തിച്ചു. കലാപകാരികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ധാമി പോലീസിന് നിർദ്ദേശം നൽകി. അക്രമത്തിനിടെ ഒട്ടേറെ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് സേനയെത്തി ജീവൻ രക്ഷിച്ച ശേഷം മാധ്യമപ്രവർത്തകർ തെരുവിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയത്തും കല്ലേറുണ്ടായി. നിരവധി മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തകർത്തിട്ടുണ്ട്. 12-ലധികം മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ചിലരുടെ പരിക്ക് ഗുരുതരമാണ്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് ഉത്തർപ്രദേശിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി വാഹനങ്ങൾ കർശനമായി പരിശോധിക്കാൻ ഉത്തരവുണ്ട്. സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരിക്കേറ്റവരെ ചികിത്സയ്ക്കായി സോബൻ സിംഗ് ജീന ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം പേർക്കും തലയ്ക്കും മുഖത്തിനും ആഘാതമുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. അധികാരികൾ ഇപ്പോഴും നാശനഷ്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പൊളിച്ചുമാറ്റിയ മസ്ജിദും മദ്രസയും നിയമവിരുദ്ധമാണോ എന്ന ചോദ്യവും ഉയർന്നുവരുന്നു. അനധികൃത കയ്യേറ്റം നീക്കുന്നതിനായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് സംഭവം നടന്ന വാർഡ് നമ്പർ 31-ലെ കൌൺസിലർ ഷക്കീൽ അഹമ്മദ് പറയുന്നത്. കോടതി ഉത്തരവ് അനുസരിച്ചാണ് പൊളിച്ചു നീക്കിയത് എന്ന വാദം അധികൃതർ ആവർത്തിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയും അടിയന്തര യോഗം വിളിച്ച് സമാധാനം നിലനിർത്താൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കൂടുതൽ പോലീസിനെയും കേന്ദ്രസേനയെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.